സത്യത്തിൽ നമ്മുടെ ആനുവൽ എക്സാമിന്റെ ടൈം ടേബിൾ ഇടുന്ന ആളുകൾ മണ്ടന്മാരാണോ, മണ്ടന്മാരായിട്ട് അഭിനയിക്കുകയാണോ, അതല്ല കുട്ടികളെ ദ്രോഹിക്കാനായിട്ട് മെനക്കെട്ട് ഇറങ്ങിയിരിക്കുകയാണോ എന്നുള്ളതാണ് എനിക്ക് അൾട്ടിമേറ്റ്ലി ചോദിക്കാനുള്ളത്. അത്രയും ദുരന്തകരമായിട്ടുള്ള രീതിയിലാണ് ഇത്തവണത്തെ 11th and 12th +1 and +2 ആനുവൽ എക്സാം ടൈം ടേബിൾ ഇട്ടിട്ടുള്ളത്. നമുക്ക് 2025-24 ടൈം ടേബിൾ ഒന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ 2025 മൺഡേ മുതൽ 3-ാം തീയതി മുതൽ 26-ാം തീയതി വരെ പരീക്ഷ ഉണ്ട്. ഇതിൽ 6 ദിവസങ്ങളിലാണ് ഒരു കുട്ടിക്ക് സ്വാഭാവികമായിട്ടും പരീക്ഷ ഉണ്ടാവുക. പക്ഷെ ഈ 6 ദിവസങ്ങളിലെല്ലാം നിങ്ങൾ നോക്കൂ, AN ആഫ്റ്റർനൂൺ ആണ് പരീക്ഷ ഉള്ളത്. എപ്പോഴാണ് പരീക്ഷ നടക്കുന്നത്? മാർച്ചിലാണ് പരീക്ഷ നടക്കുന്നത്. മാർച്ച് എന്നുള്ളത് കേരളത്തിൽ അത്യാവശ്യം ചൂടുള്ള സമയമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷമാണ് ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള പരീക്ഷകളിലൊന്ന്, കേരളത്തിലെ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള പരീക്ഷകളിലൊന്ന് നടക്കുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ്. അതൊരു 36 ഡിഗ്രി ചൂട് വരെ വരുന്ന മാർച്ചിലാണ് അത് നടക്കുന്നത്. എന്നാൽ ഈ നടക്കുന്ന എക്സാം സെന്ററുകളിൽ AC ഉണ്ടോ? ഇല്ല. ഫാനെങ്കിലും വർക്ക് ചെയ്യുന്ന ഉറപ്പുണ്ടോ? യാതൊരുവിധ ഉറപ്പില്ല. അങ്ങനെ ഒരു സ്ഥലത്ത് ഉച്ചക്ക് പരീക്ഷ നടത്തുകയാണ്. ഉച്ചക്ക് പരീക്ഷ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നട്ടുച്ചക്ക് കുട്ടികൾ ട്രാവൽ ചെയ്തിട്ട് വേണം പരീക്ഷാ സെന്ററിൽ എത്താൻ വേണ്ടിയിട്ട്. ഇത് ഇനി +2 മാത്രം കാര്യമാണോ? അല്ല. +1 കാര്യം അങ്ങനെ തന്നെയാണ്. +1 പരീക്ഷ നടക്കുന്നത് ആഫ്റ്റർനൂൺ ആണ്. ആഫ്റ്റർനൂൺ അല്ല പരീക്ഷ നടക്കുന്നത്. വേറൊരു കോമഡി കൂടി ഇതിലുണ്ട്. ടൈം ടേബിൾ ഫോർ ഫസ്റ്റ് ഇയർ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ മാർച്ച് 2025, ഫസ്റ്റ് ഇയർ ഹയർ സെക്കൻഡറി ഇംപ്രൂവ്മെന്റ് ഓർ സപ്ലിമെന്ററി എക്സാമിനേഷൻ മാർച്ച് 2025. അതായത് ഇത് കേവലം ഫസ്റ്റ് ഇയർ പരീക്ഷ മാത്രമല്ല, ഇത് ഫസ്റ്റ് ഇയർ ഇംപ്രൂവ്മെന്റ് പരീക്ഷ കൂടിയാണ്. അതെന്താ അങ്ങനെ? പല ആൾക്കാർക്കും ആലോചിക്കുന്നുണ്ടാവും, ഒരൊറ്റ പരീക്ഷ എങ്ങനെയാണ് ഫസ്റ്റ് ഇയർ പരീക്ഷയും ഫസ്റ്റ് ഇയർ ഇംപ്രൂവ്മെന്റ് പരീക്ഷയാവുന്നത്? കാരണം ഫസ്റ്റ് ഇയർ പരീക്ഷ കഴിഞ്ഞിട്ടില്ലല്ലോ, ആ പരീക്ഷയിൽ നടക്കാൻ പോകുന്നത്. ഇത് കഴിയാതെ എങ്ങനെ ഇംപ്രൂവ്മെന്റ് പരീക്ഷ നടത്തുന്നത്? ഇത് കഴിഞ്ഞ കൊല്ലത്തെ ഇംപ്രൂവ്മെന്റ് പരീക്ഷ. അതായത് 2024 +1 എഴുതിയ കുട്ടികൾ, ഇപ്പൊ +2 എഴുതിയ കുട്ടികളുണ്ടല്ലോ, ഈ +1 ഇപ്പൊ +2 എഴുതുന്ന കുട്ടികളുണ്ടല്ലോ, ആ കുട്ടികൾക്ക് കഴിഞ്ഞ വർഷത്തെ +1 ആനുവൽ എക്സാമിന്റെ മാർക്ക് ഇംപ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നടത്തുന്ന പരീക്ഷ എപ്പോഴാ? 2025 മാർച്ചിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് മാത്തമാറ്റിക്സ് എടുക്കാം. 25-ാം തീയതിയാണ് +1 മാത്തമാറ്റിക്സ് നടക്കുന്നത്. ഓക്കെ, 17-ാം തീയതിയാണ് +2 മാത്തമാറ്റിക്സ് നടക്കുന്നത്. അതായത് കഴിഞ്ഞ വർഷം നമുക്കറിയാം +1 മാത്സ് ടഫ് ആയിരുന്നു. ഞാൻ ഒരുപാട് ചീത്ത കേട്ട വിഷയമാണത്. +1 മാത്സ് ടഫ് ആയിട്ട് ഇതിപ്പോൾ ടെക്സ്റ്റ് എന്നാ ചോദിച്ചെന്നുള്ളതിന് ഞാൻ ഒരുപാട് ചീത്ത കേട്ടിട്ടുണ്ട്. എന്തായാലും അത് മറ്റൊരു വിഷയം. എന്തായാലും അന്നത്തെ പരീക്ഷ എല്ലാവർക്കും ടഫ് ആയിരുന്നു. കുട്ടികൾക്കൊക്കെ പൊതുവെ മാർക്ക് കുറവായിരുന്നിരിക്കാം, എനിക്കറിയില്ല. പക്ഷെ ആ കുട്ടികൾ ആരെങ്കിലും അത് ഇംപ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അവര് 17-ാം തീയതി മാത്സ് പരീക്ഷ എഴുതിയിട്ട് പിന്നെ 25-ാം തീയതി +1 മാത്സ് പരീക്ഷ ഒന്നുകൂടി എഴുതണം. +1 മാത്സ് പരീക്ഷ അവർ ഒന്നുകൂടി എഴുതണം. അവർക്ക് 26-ാം തീയതി കമ്പ്യൂട്ടർ സയൻസ് പരീക്ഷ ഉണ്ട്. റൈറ്റ്? ഇങ്ങനെയാണ് ഈ ടൈം ടേബിൾ ഇട്ടിട്ടുള്ളത്. ഇത് കണ്ടാൽ എന്താണ് ഇതിന്റെ ലോജിക് എന്നുള്ളത് ആർക്കും മനസ്സിലാവുന്നില്ല. 2 കാര്യങ്ങളാണ്. ഒന്ന്, +1കാരുടെ ഇംപ്രൂവ്മെന്റ് +2 പരീക്ഷയുടെ കൂടെ, അവരിപ്പോൾ +2 ബോർഡ് എക്സാം എഴുതാം, അതിന്റെ കൂടെ ഒരു +1 ബോർഡ് എക്സാം കൂടി അവർ എഴുതണം എന്നാണ് പറയുന്നത്. പ്രോബ്ലി എൻട്രൻസ് ഒക്കെ എഴുതുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ച് നല്ലതായിരിക്കാം. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് ഈ കുട്ടികളോട് നമുക്ക് പറയാൻ പറ്റുമോ? കാരണം അവരെ സംബന്ധിച്ചിടത്തോളം പല ലക്ഷ്യങ്ങളിൽ എഴുതുന്ന ആൾക്കാരുണ്ടാവും. എന്ന് മാത്രമല്ല, ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് രീതിയിലാണ്. എന്ന് മാത്രമല്ല, ഇനി +1 പരീക്ഷ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിലും ആ പരീക്ഷകളെല്ലാം ഉച്ചയ്ക്ക് ശേഷമാണ് നടക്കുന്നത്. എല്ലാം ആഫ്റ്റർനൂൺ ആണ് നടക്കുന്നത്. ഇത് കുട്ടികളോട് വലിയൊരു ദ്രോഹമാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ പരീക്ഷാ സിസ്റ്റങ്ങളും നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പൊക്കെ എപ്പോഴാണ് കുറച്ചുകൂടി സ്റ്റുഡൻറ് സെൻട്രിക് ആവുക? അല്ലെ? ഇത് കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന പരീക്ഷ, അല്ലാതെ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി നടത്തുന്ന പരീക്ഷയാണോ? ടീച്ചേഴ്സിന് വേണ്ടി നടത്തുന്ന പരീക്ഷയാണോ? എന്താ കാരണം പറഞ്ഞത്? ഞാൻ കാരണം അന്വേഷിച്ച് വളരെ രസകരമായ കാരണം പറഞ്ഞു. ഇൻവിജിലേറ്റേഴ്സിന് കിട്ടാനില്ല. എന്താ ഇൻവിജിലേറ്റേഴ്സിന് കിട്ടാനില്ലാത്തത്? SSLC പരീക്ഷ രാവിലെ നടക്കുന്നു, അതുകൊണ്ട് ഇൻവിജിലേറ്റേഴ്സിന് കിട്ടാനില്ല എന്നാണ് കാരണം വന്നത്. 2024 പരീക്ഷ രാവിലെ ആയിരുന്നു. 2024 ഇതേ SSLC പരീക്ഷ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരൊറ്റ ഡിഫറൻസ് ഉണ്ടായിരുന്നത്. ഈ SSLC പരീക്ഷയും അതേപോലെ തന്നെ +2 പരീക്ഷ നോക്കൂ നിങ്ങൾ. 4, 6, 11, 13 ഇതാണ് SSLCയുടെ 2024 ടൈം ടേബിൾ. ഓക്കെ, അതേ ടൈം ടേബിൾ ആണ് ഇവിടെ ഉള്ളത്. 2024 ഏകദേശം അതേ ദിവസങ്ങളിലായിരുന്നു, ഡിഫറെന്റ് ദിവസങ്ങളിലായിരുന്നു പരീക്ഷ നടന്നിരുന്നത്. ഡിഫറെന്റ് ദിവസങ്ങളിൽ. അതുകൊണ്ട് HSC രാവിലെ നടന്ന മാർച്ചിൽ 30 ദിവസം ഉണ്ടല്ലോ. SSLC പരീക്ഷ 10 ഉള്ളത്, +2 പരീക്ഷ 6 ഇനി ഡിഫറെന്റ് കോമ്പിനേഷൻസ് എടുത്താലും 9 ഉള്ളത്. മൊത്തം 19 ദിവസം. ഇനി ശനി ഞായർ ഒഴിവാക്കിയാലും എന്തായാലും 30 ദിവസം ഉണ്ടല്ലോ. ഈ 30 ദിവസത്തിൽ വളരെ മനോഹരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ പരീക്ഷകളൊക്കെ നടത്താൻ പറ്റും. പക്ഷെ നടത്തൂല.
പക്ഷെ നടത്തൂല. പകരം എന്താ, അത് അധ്യാപകരുടെ എളുപ്പത്തിനായിരിക്കും. ഒരാൾ രാവിലെ വന്നിട്ട് വൈകുന്നേരം പോയാൽ മതിയല്ലോ, മറ്റേത് ഇനി 2 ദിവസം വരണ്ടേ എന്നുള്ളത് ആയിരിക്കാം ഇവരുടെ ചിന്ത. അതിൽ കുറച്ച് കോസ്റ്റ് സേവ് ചെയ്യാം, അല്ലെ? അതിൽ കുറച്ച് കോസ്റ്റ് സേവ് ചെയ്യാം. ഇത് ആർക്ക് വേണ്ടി നടത്തുന്ന പരീക്ഷ എന്ന് എനിക്ക് ചോദിക്കാണ്. അധ്യാപകർക്ക് വേണ്ടി നടത്തുന്ന പരീക്ഷയാണോ? അല്ല, നമ്മുടെ കുട്ടികളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട പരീക്ഷയല്ലേ? അതിനെക്കുറിച്ച് ഒരു മിനിമം ബോധം, ഒരു കോമൺ സെൻസ് എങ്കിലും നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് ഉണ്ടോ? അങ്ങനെ ഒരു ബോധം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഈ പരീക്ഷ ഉച്ചക്ക് നടത്തും. രണ്ടാമത് +1 ഇംപ്രൂവ്മെന്റ് പരീക്ഷ 2024 കഴിഞ്ഞ പരീക്ഷയുടെ ഇംപ്രൂവ്മെന്റ് അറിയാം 2025 1 വർഷം കഴിഞ്ഞിട്ട് നടത്തും. 2-3 മാസം കഴിഞ്ഞിട്ട് നടത്താന്നല്ലാതെ. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നാട് കുട്ടിച്ചോറാക്കാനാണ് ഇത്തരം ആൾക്കാർ ഒരുങ്ങി ഇറങ്ങിയിട്ടുള്ളത്. ഇത് കുട്ടികളുടെ പെർഫോമൻസിനെ ബാധിക്കുന്ന വിഷയമാണ്. നട്ടുച്ചക്ക് യാത്ര ചെയ്ത് വന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം പരീക്ഷ എഴുതുക എന്നുള്ളത് കുട്ടികളുടെ പെർഫോമൻസിനെ ബാധിക്കുന്ന വിഷയമാണ്. എന്ന് മാത്രമല്ല, ഇത് പല ആളുകളെ സംബന്ധിച്ച് ഇന്ന് ക്രിട്ടിക്കൽ ആയിട്ടുള്ള എക്സാമാണ്. കീമിന്റെ എക്സാമിന്, കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് ടെസ്റ്റിന്റെ എക്സാമിന് +2 മാർക്ക് പരിഗണിക്കുന്നുണ്ട്. നഴ്സിംഗിനും മറ്റ് പല കോഴ്സുകൾക്കും +2 മാർക്ക് പരിഗണിക്കുന്നുണ്ട്, അല്ലെ? അപ്പൊ ഇത് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കോളേജ് അഡ്മിഷൻസിന് +2 മാർക്ക് പരിഗണിക്കുന്നുണ്ട്. അപ്പോ എനിക്ക് മനസ്സിലാവില്ല, എന്താണ് ഇത്? കുട്ടികളെ ദ്രോഹിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. കുട്ടികളെ ദ്രോഹിക്കാൻ വേണ്ടി ഇറങ്ങി. അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ആർക്കും ഒരു ബോധമില്ല. ഇത് ചിലപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഈ വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ടും ഷെയർ ചെയ്യണം. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയും അതേപോലെ നമ്മുടെ MLA-മാരൊക്കെ കാണുന്നത് വരെ നിങ്ങൾ ഷെയർ ചെയ്യണം, നിങ്ങൾ കമന്റ് ചെയ്യണം, നിങ്ങളുടെ പ്രതിഷേധം നിങ്ങൾ അറിയിക്കണം. ഓക്കെ, ഇത് കുറെ ആളുകൾ കാണേണ്ടതുണ്ട്. ഇത്തരം വിഷയങ്ങൾ പലപ്പോഴും റേസ് ചെയ്യപ്പെടുന്നില്ല. ഇത് കുട്ടികൾ പറഞ്ഞിട്ട് എവിടെ എത്തുന്നില്ല. ഇത് പത്രങ്ങളിൽ ചർച്ചാ വിഷയമാവണം. ഇത് ചാനലുകളിൽ ചർച്ചാ വിഷയമാവണം. ചാനലുകളിലൊക്കെ നമ്മൾ എന്തൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. പല ആളുകളുടെ ഈ സമാധി ചർച്ച ചെയ്യുന്നുണ്ട്, വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്, യൂസ്ലെസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വളരെ കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ചാനലുകൾ ചർച്ച ചെയ്യുന്നുണ്ട്? ഒന്നും ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേപോലെ പത്രങ്ങൾ എത്രത്തോളം ചർച്ച ചെയ്യുന്നുണ്ട്? ഒന്നും ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എല്ലാവരുടെയും അടുത്ത് ഇത്തരത്തിലുള്ള മെസ്സേജുകൾ നമ്മൾ എത്തിക്കണം. ഓക്കെ, അപ്പൊ പ്രിയപ്പെട്ട കുട്ടികളും അതേപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, കേൾക്കുന്ന അധ്യാപക സംഘടനാ പ്രതിനിധികളുടെ, നിങ്ങൾക്ക് ഇതിൽ ചേഞ്ച് വരുത്താൻ പറ്റും. നിങ്ങളൊന്ന് ഇടപെട്ടാൽ ഇതിൽ ചേഞ്ച് വരുത്താൻ പറ്റും. ഇതിലുള്ള വിദ്യാർത്ഥി സംഘടനകളുണ്ടല്ലോ, ഒരുപാട് ആളുകളുള്ള KSU ഉണ്ട്, SFI ഉണ്ട്, MSF ഉണ്ട്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇതിലൊന്നും ഇടപെടാൻ പറ്റില്ലേ? അതോ നിങ്ങൾ കോളേജുകാരുടെ കാര്യങ്ങളിൽ മാത്രമേ ഇടപെടുള്ളൂ, +1 +2കാരുടെ കാര്യത്തിലൊന്നും ഇടപെടില്ലേ? അതേപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന ജനപ്രതിനിധികൾ ഉണ്ടാവാം, നിങ്ങൾക്കിതിലൊന്ന് ഇടപെടാൻ സാധിക്കില്ലേ എന്നുള്ളതാണ് എനിക്ക് വളരെ വിനയപുരസ്സരം ചോദിക്കാനുള്ളത്. കുറെ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു അന്തവുമില്ലാത്ത, ഒരു ബോധവുമില്ലാത്ത ഇത്തരം ടൈം ടേബിളുകളിൽ ഒതുങ്ങിക്കൂടി അതിൽ മാർക്ക് നഷ്ടപ്പെടേണ്ടവരല്ല നമ്മുടെ കുട്ടികൾ എന്നുള്ളത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. 6 മുതൽ 10 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന മിടുക്കരായിട്ടുള്ള, സയൻസിലും മാത്സിലും താല്പര്യമുള്ള, JEE NEET പോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസ് ഭാവിയിൽ എഴുതണം എന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കായിട്ട് X&Y ലേണിംഗ് ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാം ഒരുക്കിയിട്ടുണ്ട്. അവരുടെ സിലബസുമായി അലൈൻ ചെയ്യുന്ന രീതിയിലാണ് ഈ ഫൗണ്ടേഷൻ പ്രോഗ്രാം ക്രമീകരിച്ചിട്ടുള്ളത്. IITians-ഉം NITians-ഉം ഡോക്ടേഴ്സും അടങ്ങുന്ന ഈ പരീക്ഷകൾ എഴുതി ക്വാളിഫൈ ചെയ്ത ആളുകളാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. കേരളത്തിനകത്തും പുറത്തുമുള്ള ആയിരക്കണക്കിന് കുട്ടികൾ, ഏറ്റവും മിടുക്കരായിട്ടുള്ള കുട്ടികൾ ഇന്ന് X&Y ലേണിംഗിന്റെ ഭാഗമായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ അനിയന്മാരോ അനിയത്തിമാരോ ആരെങ്കിലും 6 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വിവരങ്ങൾ അറിയിക്കുക. ഞങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളെ അറിയിക്കുന്നതാണ്. താങ്ക് യു.